അനധികൃത കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രതിയായ മണലി സ്വദേശിയുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി കഞ്ചാവ് സൂക്ഷിച്ചതിനും വിൽപ്പന നടത്തിയതിനുമെതിരെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതിയായ ചൂണ്ടൽ പഞ്ചായത്തിലെ മണലി മേലെത്തലയ്ക്കൽ വീട്ടിൽ സുനിൽ ദത്തിന്റെ ആസ്തികളാണ് സെക്ഷൻ 68A NDPS നിയമപ്രകാരം കണ്ടുകെട്ടുന്നതിന് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ ഉത്തരവിട്ടത്. പ്രതിയായ സുനിൽ ദത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. മാരകലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് കേരള പോലീസ് രൂപീകരിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി R. ഇളങ്കോ IPSന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചത്. പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന NDPS കേസ് അന്വേഷിക്കുന്നതിനും ആസ്തികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുമായി സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, CPOമാരായ രവികുമാർ, രഞ്ജിത്ത്, അബീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ 7.900 കിലോഗ്രാം കഞ്ചാവാണ് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. പ്രതിയായ സുനിൽ ദത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പ്രതിയുടെ വീട്ടിൽ നിന്നും 1.5 കിലോ കഞ്ചാവും 2 കിലോ കഞ്ചാവ് കാറിൽ നിന്നും എക്സൈസ് വകുപ്പ് കണ്ടെടുത്തിരുന്നു. പ്രതി കുറച്ചു വർഷങ്ങളായി പരിചയമുള്ള ഒറീസ സ്വദേശികളിൽ നിന്നും കഞ്ചാവ് കേച്ചേരിയിൽ വെച്ച് വാങ്ങി വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും 500-1000 രൂപയ്ക്ക് വിറ്റാണ് താമസിച്ചു പോന്നിരുന്നത്. കുന്നംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേസിലെ പ്രതിയായ സുനിൽ ദത്തിന്റെ ആസ്തികൾ പരിശോധിച്ചപ്പോൾ സ്ഥിരവരുമാനമില്ലാത്ത പ്രതി നിയമവിരുദ്ധമായി കഞ്ചാവ് വിറ്റതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് വസ്തുവകകളും വാഹനവും വാങ്ങിയതെന്നും വാങ്ങിച്ച ആസ്തികൾ ഭാര്യയായ CK ഷഹനയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ബോധ്യപ്പെട്ടതിനാൽ ഇയാളുടെ 18,53,000 രൂപ മതിപ്പ് വില വരുന്ന വീടും 10 ലക്ഷം രൂപ മതിപ്പ് വില വരുന്ന കാറുമാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് മാരകലഹരി വസ്തുക്കൾ സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന പ്രതികളുടെ ആസ്തികൾ കണ്ടുകെട്ടുന്നതിനുള്ള നിയമ നടപടികൾ കുന്നംകുളം സബ് ഡിവിഷനിൽ നിന്നും ഇനിയും ഉണ്ടാകുമെന്ന് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് പറഞ്ഞു.